കൊള്ളാലോ ഇത്. എടുക്ക്. പുതുതായി വന്ന സ്വീകരിക്കാൻ ആള് പെശകാട്ടാ. ഇപ്പോ പോലീസ് ജീപ്പിലല്ല, പല പല വണ്ടിയിലാണ് ആളുടെ പടിയൊരുക്കം. നീ പേടിക്കണ്ട. സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വിൽക്കാനേ കുറെ ചീള് പിള്ളേരെ ഇറക്കിയിട്ടുണ്ട്. ജോയിയേട്ടന്റെ ഗാങ്ങിൽ ചേർക്കാന്ന് പറഞ്ഞ അവര് ത്രില്ലടിച്ചിരിക്കാണ്, അറിയോ? പോലീസ് ഓടാ. ഓടിക്കോ. ജീപ്പിലായിട്ട് ബാക്കിയൊക്കെ സ്റ്റേഷൻ ചെന്നിട്ട് സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ആരടാ നിങ്ങൾക്ക് ഈ കഞ്ചാവും ചരസും ഒക്കെ എത്തിച്ചേരുന്നത്? അറിയില്ല അറിയില്ല. അയ്യോ എനിക്കറിയില്ല സാറേ. അരവിന്ദാക്ഷ, ആ പ്രദീപിനെ വിളിക്ക്. ഇവിടെ വാ. നിനക്കറിയോടാ? അറിയില്ല അറിയില്ല എനിക്കറിയില്ല സാറേ, എനിക്കറിയില്ല സാറേ. എനിക്കറിയില്ല. എനിക്കറിയില്ല. ബേബി ആന്റി. എന്താ സാറേ ബേബി ആന്റിയുടെ വീട്ടുമുറ്റത്ത് ഒരു പോലീസ് ജീപ്പ്? ഇത് പതിവുള്ളതല്ല. ഒരുപാട് ഭക്തന്മാർ ഈ നടയിൽ വന്ന് കയറി ഇറങ്ങി നേർച്ചയിട്ട് പോയതല്ലേ. ഈ പാവം ഈ സന്നിധിയിൽ വന്നൊന്ന് വണങ്ങാമെന്ന് കരുതി. ഒരുപാട് ഭക്തന്മാർ കയറിയിറങ്ങി പോയിട്ടുണ്ടെങ്കിലേ അത് ഈ ബേബി ആന്റിയുടെ ഇപ്പിന്റെ മിടുക്ക. പുറത്ത് കഞ്ചാവിന്റെയും ചരസിന്റെയും കച്ചവടം, അകത്ത് നിന്റെ കച്ചവടം. മാതിയടി ചുമട കളിച്ചത്. കയറടി വണ്ടിയിലേ. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. വിളിച്ചോ, നീ ആർക്ക് വേണമെങ്കിലും വിളിച്ചോ. നീ ഏത് പാതിരാത്രിക്ക് ഫോൺ ചെയ്താലും കണ്ണു തുറക്കുന്ന ദൈവങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നീ ആർക്കൊക്കെ ഫോൺ വിളിച്ചാലും നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിനുള്ള അധികാരം ഈ കാക്കിക്കുണ്ട്. നടക്കടി. ആ ഹലോ, ആ പറഞ്ഞോളൂ. ഓഹോ, ശരി ശരി. ആ ഞാൻ വന്ന് കണ്ടോളാം. ഓക്കെ സാറേ, വക്കീൽ നേതാവ് വന്നിട്ടുണ്ട്. ഓക്കെ സാർ. ഞാൻ അഡ്വക്കേറ്റ് രാജേന്ദ്രനാണ്. ആ അറിയാം സാർ, ഇരിക്കൂ. താങ്ക് യു. എന്നെ അറിയാലോ അല്ലേ? ഓ, വളരെ കഷ്ടമുണ്ട് സാറേ. നിങ്ങളെപ്പോലെ സമൂഹത്തിലെ പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ ഇത്രയും ദോഷം ചെയ്യുന്ന ഈ ആളുകളെയൊക്കെ വളരെ നിഷ്പ്രയാസം പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുപോകുന്നതിൽ വളരെ ദുഃഖമുണ്ട് സാർ. എന്ത് ചെയ്യാനാടോ, ഈ കുപ്പായിട്ട് പോയില്ലേ. ശേഖരൻ മുതലാളിയുടെ പൂത്ത കാശും സുധാകരൻ സാറിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കൊണ്ട് ഇവർക്ക് ഇതെല്ലാം എന്തു സാധിക്കും? ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഈ നാട് ഭരിക്കുന്ന ശേഖരൻ സാറും ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാരെ ഭരിക്കുന്ന സുധാകരൻ സാറും വിളിച്ചു പറഞ്ഞാൽ പിന്നെ എന്ത് നെറുകേടായാലും അനുസരിച്ചല്ലേ പറ്റൂ. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ബെയില് ഒപ്പിടിക്കാമല്ലോ? ഓക്കെ സാർ, എല്ലാം റൈറ്റർ ചെയ്യും. നാളെ കോടതിയിൽ സാക്ഷി പറയാൻ നീ ഉണ്ടാവില്ല.
ഞാൻ പറഞ്ഞില്ലേ സാർ, 1 മണിക്കൂറിൽ കൂടുതൽ ബേബി ആന്റി സ്റ്റേഷനിൽ ഇരിക്കില്ലെന്ന്. സമ്മതിക്കൂല സാറേ ഭരണപക്ഷവും പ്രതിപക്ഷവും. നിക്കടെ. നീ ഒരുപാട് വിറ്റ് പണമുണ്ടാക്കിയ നിന്റെ മരുന്നിന് അടിമയായ നിന്റെ മകളെ അബോധാവസ്ഥയിൽ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്റെ കാക്കിക്കുള്ളിലെ നല്ല മനസ്സുകൊണ്ട് ആരെയും അറിയിക്കാതെ ഞാൻ അവളെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. നിന്റെ ഭൃത്യന്മാർ എത്ര പേർ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയില്ല. അവരുടെ കണക്കൊക്കെ നീ എടുത്താ മതി. നിന്റെ അഹങ്കാരം ശമിക്കുമ്പോ നീയൊന്ന് പോയി കാണ്. ചതിക്കല്ലേ ജോയേട്ടാ, മേലെന്തപ്പോ പറഞ്ഞു പോയതാ. ചതിക്കല്ലേ ജോയേട്ടാ, ചതിക്കല്ലേ ജോയേട്ടാ. പറഞ്ഞല്ലടാ. ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ. സോറി.